സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പാലക്കാടിന്റെ മണ്ണിൽ വർഷങ്ങളായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിലകൊള്ളുന്നു. പാലക്കാട് രൂപതയാൽ സ്ഥാപിതമായ സെന്റ് മേരീസ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അന്നത്തെ ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോടത്തിന്റെ നിർദ്ദേശപ്രകാരം സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും ജില്ലയിലെ സാങ്കേതിക സ്ഥാപനങ്ങളുടെ ദൗർലഭ്യവും കണക്കിലെടുത്ത മികച്ച വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 1996 സെന്റ് മേരീസ് ITI ആരംഭിച്ചത്. ഗുണനിലവാരമുള്ള ദ്വിവർഷ NCVT കോഴ്സായ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ, പിന്നെ ഫിൽട്ടർ എന്നിവയുമായി പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് മേരീസ് ITI ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. തുടർന്ന് 2024 ഹ്രസ്വകാല ഗൾഫ് അധിഷ്ഠിത കോഴ്സുകൾക്കുള്ള ഒരു കേന്ദ്രം കൂടി സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആരംഭിച്ചു. ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നിന്ന് പ്രചോദനം കൊണ്ട് തുടർന്ന് 2011 AICTE അംഗീകാരത്തോടെ സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ് ആരംഭിച്ചു. കാലം വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന സെന്റ് മേരീസ് എന്ന സ്ഥാപനം വിദേശ പഠന മേഖലയിൽ ചുവടുവയ്പുകളുമായി ജർമ്മൻ ഭാഷാ പഠനം പ്രദാനം ചെയ്യുന്ന സെന്റ് മേരീസ് ലാംഗ്വേജ് അക്കാദമി 2023 ആരംഭിച്ചു. ഇത്തരത്തിൽ കാലത്തിനൊപ്പം മുന്നിട്ട് നിൽക്കുന്ന മികച്ച വിദ്യാഭ്യാസ സാധ്യതകളാണ് സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഒരുക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഗോവിന്ദപുരം പോകുന്ന വഴിയിൽ 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം 12 ഏക്കറോളം വരുന്ന പച്ചപ്പിൽ പരന്നു കിടക്കുന്നു. ഏകദേശം 1,50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ സ്ഥാപനം ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ, പ്രാക്ടിക്കൽ ലാബുകൾ, ലൈബ്രറി, ഓഡിറ്റോറിയം, വർക്ക്ഷോപ്പ് തുടങ്ങിയ മികച്ച സൗകര്യങ്ങളോടെ ഉള്ളതാണ്. സ്ഥാപനത്തിന് അതിന്റെ ഗുണനിലവാര പരിപാലന ശൈലിക്ക് LIO 900/2008 അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഉയർന്ന ലക്ഷ്യങ്ങൾ, പ്രതിബദ്ധതയുള്ള ഭരണം, മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർ, അച്ചടക്കമുള്ള വിദ്യാർത്ഥി സമൂഹം എന്നിവ മൂലം സംപൂലമാണ് സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും നൈപുണ്യ വികസനത്തിനും ഈ സ്ഥാപനം പ്രാധാന്യം നൽകുന്നുണ്ട്. പുതിയ തലമുറയുടെ സമഗ്രമായ വികസനത്തിന് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുവാനും വിദ്യാർത്ഥികളുടെ സാങ്കേതികവും ബൗദ്ധികവും ശാരീരികവും വിദ്യാഭ്യാസപരവുമായ വികസനം വിഭാവനം ചെയ്യുന്നതിനും ഈ സ്ഥാപനം മികവ് തെളിയിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന 6 കോഴ്സാണ് പ്രദാനം ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കൂടാതെ കേരളത്തിൽ ആദ്യമായി ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്ന കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്.
ഭൗതിക സംവിധാനങ്ങളുടെ പ്രാക്ടിക്കൽ ലാബുകളും നൂതന സാങ്കേതിക വിദ്യകൾ വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികളെ തൊഴിലധിഷ്ഠിതമായ രീതിയിൽ പരിശീലിപ്പിക്കാനും മികച്ച കഴിവുകളോടുകൂടിയ അധ്യാപകർ സെന്റ് മേരീസിലുണ്ട്. മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിൽ ലഭ്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഭൗതിക ശാസ്ത്രത്തിലെയും ദ്രവ്യശാസ്ത്രത്തിലെയും തത്വങ്ങൾ പ്രകാരം യന്ത്രവ്യവസ്ഥകളുടെ വിശകലനം, രൂപകൽപ്പന, നിർമ്മാണം, കേടുപാടുകൾ തീർക്കൽ എന്നിവ നിർവഹിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടിയ വിശാലമായ ലാബുകൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭ്യമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ കെട്ടിടങ്ങൾ, പാതകൾ, പാലങ്ങൾ, ഹാർബറുകൾ, വിമാനത്താവളങ്ങൾ, തുരങ്കങ്ങൾ, ശുദ്ധജല വിതരണ ശൃംഖലകൾ, ജലസേചന ശൃംഖലകൾ, മാലിന്യ നിർമ്മാർജ്ജന ശൃംഖലകൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ശാഖയുടെ പഠനമേഖല. സിവിൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിനായി ഉതകുന്ന മികച്ച ഉപകരണങ്ങളോടുകൂടിയ സജ്ജീകൃതമായ ലാബുകളും ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസരങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നത് എഞ്ചിനീയറിംഗിന്റെ ഒരു സംയോജിത ശാഖയാണ്. അത് വൈദ്യുതിയുടെയും സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രധാനമായും സർക്യൂട്ട്, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ രൂപകൽപ്പനയും പ്രയോഗവും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രധാന പഠനമേഖലയിൽ ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പരിശീലനം നൽകാൻ കെൽപ്പുള്ള മികച്ച സംവിധാനങ്ങളടങ്ങിയ ലാബുകൾ ഇവിടെയുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മേഖലകളെ സമന്വയിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. വിശാലമായതും പുതിയ സോഫ്റ്റ്വെയറോടുകൂടിയ കമ്പ്യൂട്ടർ ലാബുകൾ വിദ്യാർത്ഥികളുടെ പഠനത്തിന് നിലവാരം കൂട്ടുന്നു. വാഹന എഞ്ചിനീയറിംഗിന്റെ ഒരു ശാഖയാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ എന്നിവയും അതിലേറെയും വാഹനങ്ങളുടെ ആസൂത്രണം, രൂപകൽപ്പന, നിർമ്മാണം, നവീകരണം എന്നിവയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, മെക്കാനിക്കൽ ഇലക്ട്രിക്സ്, സുരക്ഷ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നിവയുടെ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ മേഖലയിലെ പഠനം മികവേറിയതാക്കാൻ തക്കവണ്ണം സഹായകമായ പരിശീലന രീതികളാണ് ഇവിടെ ലാബുകളിൽ ലഭ്യമാക്കുന്നത്. ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ കേരളത്തിലാദ്യമായി ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്ന ഡിപ്ലോമ കോഴ്സ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിവുള്ള അഗ്നിസുരക്ഷാ പ്രൊഫഷണലുകളെ വികസിപ്പിക്കുന്നതിനാണ് ഈ കോഴ്സ് ലക്ഷ്യമിടുന്നത്. കൂടാതെ ആളുകളെയും പരിസ്ഥിതിയെയും വസ്തുവകകളെയും തീയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിവിധ രീതികളും സാങ്കേതികതയും ഇവിടെ ഉൾക്കൊള്ളുന്നു. മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ തക്കവണ്ണം പ്രവർത്തന പാരമ്പര്യമുള്ള പ്ലേസ്മെന്റ് സെൽ കോളേജിന്റെ മുഖ്യ കരുത്താണ്. ലോകോത്തര നിലവാരമുള്ള കമ്പനികളുമായുള്ള ബന്ധം വഴി വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കുന്ന വേളയിൽ തന്നെ ഒരു ജോലി എന്ന സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ സെന്റ് മേരീസിന്റെ പ്ലേസ്മെന്റ് സെൽ വഴിയൊരുക്കുന്നു. മികച്ച സംവിധാനങ്ങളോടുകൂടി സജ്ജമാക്കിയ വിവിധ ഇന്റർവ്യൂ ക്യാബിനുകൾ ഇവിടെ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ
നിരവധി അവസരങ്ങളാണ് പ്ലേസ്മെന്റ്സിൽ വഴി ലഭ്യമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠന സഹായിയായി നിലകൊള്ളുന്ന കോളേജ് ലൈബ്രറി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയതാണ്. നിരവധി പുസ്തകങ്ങളും ഒപ്പം ഇന്റർനെറ്റ് സൗകര്യങ്ങളോട് കൂടിയ കമ്പ്യൂട്ടറുകളും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭ്യമാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാവുന്ന വിശാലമായ ഓഡിറ്റോറിയം കോളേജിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ്. മികച്ച ശബ്ദ സംവിധാനങ്ങളും ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. വിശാലമായ സെമിനാർ ഹാൾ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു മികച്ച സാധ്യതയാണ്. വിദ്യാർത്ഥികളെ ആത്മീയ വഴിയിലൂടെ മുന്നോട്ട് നയിക്കുവാനും അവർക്ക് പ്രാർത്ഥനാ വഴിയിലായിരിക്കാനും വേണ്ടി കോളേജിൽ ചാപ്പൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണം നൽകാൻ പ്രവർത്തിക്കുന്ന കഫ്റ്റീരിയയും കോളേജ് ക്യാന്റീനും ആകർഷകമായ ഒന്നാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക താമസ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള കോളേജ് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അച്ചടക്കത്തോടു കൂടിയ പഠനം ഉറപ്പാക്കാൻ വൈദികരുടെ നേതൃത്വത്തിൽ നടത്തിപ്പോരുന്ന ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ പഠനം മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണം കൂടി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. പഠന മേഖലയിൽ മാത്രമല്ല, കലാകായിക മേഖലകൾ കൂടി കീഴടക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന മികച്ച അവസരങ്ങളും പരിശീലനവും കോളേജിൽ നൽകി വരുന്നു. പാലക്കാട് രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഡയറക്ടർ റിവേർ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് റിപ്പീർ അനു കളപ്പുരയ്ക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൻസൺ കൊച്ചറയ്ക്കൽ, ഫാദർ സജു, ഫാദർ ലിബ്രാസ്, ഫാദർ ലോറാസ് എന്നിവരുടെ കൂട്ടായ പ്രയത്നത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നിലവാരമേറിയ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നു. തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും വിവിധ കോളേജ് ബസ്സുകൾ ക്യാമ്പസിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ഈ യാത്രാ സൗകര്യം വിനിയോഗിക്കാവുന്നതാണ്. പ്രിൻസിപ്പൽ ഇന്ദുലേഖ MP കോളേജിന്റെ വളർച്ചയ്ക്ക് വഴികാട്ടിയായി പ്രചോദനം നൽകുന്നു.